കഴിഞ്ഞ 3-4 ദിവസമായി ഒരുപാട് ചാനലുകാർ അങ്ങ് പിന്നാലെ നടന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ്, കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയാവുമോ? കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയാവുമോ എന്ന് വെച്ചാൽ ഈ ചോദ്യം കേട്ടാൽ തോന്നുക അങ്ങനെ കുഞ്ഞാലിക്കുട്ടി എങ്ങാനും ഉപമുഖ്യമന്ത്രിയായി പോയാൽ ആകാശം ഇടിഞ്ഞു വീഴും എന്ന് മാത്രമല്ല, ഈ യൂണിയൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ഉപമുഖ്യമന്ത്രി വരാൻ പോകുന്നു എന്നും വല്ല, ഇപ്പോഴത്തെ ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനങ്ങളിലും ഉപമുഖ്യമന്ത്രിമാരാരുമില്ല, കേരളത്തിൽ കുഞ്ഞാലിക്കുട്ടി ദണ്ട് ആദ്യമായി ആകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വെപ്രാളമൊക്കെയാണ് കാണിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് എന്താണ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്നത് എന്നാണ്. എന്താ കാര്യം? വളരെ സിമ്പിളാണ്. ഇന്ത്യയിലെ ഏതാണ്ട് പകുതിയിലേറെ സംസ്ഥാനങ്ങളിൽ ഉപമുഖ്യമന്ത്രിമാരുണ്ട്. ചിലയിടങ്ങളിൽ 2 പേരുണ്ട്. കേരളത്തിൽ ഈ പറയുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ഒരാൾ ഒരു പ്രബലമായ ഘടകകക്ഷി, ലീഗ് എന്ന് പറയുന്നൊരു ഘടകകക്ഷിയുടെ അതിൻ്റെ ഒരു പ്രബലമായ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത അവിടെ ഇരിക്കട്ടെ. അതിനേക്കാൾ ഉപരി ഏതാണ്ട് അരനൂറ്റാണ്ട് കാലത്തോളം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നൊരാൾ താൻ ആരംഭിച്ച മലപ്പുറത്തേക്ക് വീണ്ടും മടങ്ങി വന്ന് ഒരുപക്ഷെ, എനിക്കറിയില്ല, ഈ ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരുപക്ഷെ പിന്മാറിയേക്കാവുന്ന ഒരാൾ, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും എല്ലാ അർത്ഥത്തിലും ഇത്തരമൊരു സ്ഥാനത്തിന് ഇന്ന് അർഹതയുണ്ട് എന്നുള്ളത് 100 വട്ടം സമ്മതിക്കേണ്ടി വരും. ഇത് അറിഞ്ഞ സമയം മുതൽ ഒരു നറേറ്റീവ് പോലെ ഭയങ്കരമായ ഷാഫി എല്ലുന്നിടത്തെല്ലാം മുസ്ലിം ഏകോപനം ഉണ്ടാകുന്നു എന്ന് പല കമ്മ്യൂണിസ്റ്റുകാരും പിന്നെ ജേക്കബിനെ പോലെയുള്ള നിരീക്ഷകരും ആൻഡോ അഗസ്റ്റിനെ പോലെയുള്ള മാധ്യമപ്രവർത്തകരുമൊക്കെ പടച്ചുവിടുന്ന ഒരു ജാതിവെറി പോലെ, ഒരു വംശീയവെറി പോലെയാണ് ഈ കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെ ഉപമുഖ്യമന്ത്രി പദത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം ഒരഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, ഉമ്മൻചാണ്ടി സാറിന് മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് തന്നോട് ഉപമുഖ്യമന്ത്രിയാവാൻ താല്പര്യം ചോദിച്ചപ്പോൾ ആവശ്യമില്ല, ഇപ്പോഴത് വേണ്ട എന്ന് പറഞ്ഞ ആളാണ് താൻ എന്ന്. എന്നാൽ ഇന്ന് കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ ആ UDF അധികാരത്തിൽ വരുന്നതിന് എല്ലാവരും ട്രെൻഡ് പറയുമ്പോൾ പറയുന്നത് മുഴുവൻ മലബാറിലെ ട്രെൻഡിനെ കുറിച്ചാണ്, മലപ്പുറത്തെ ട്രെൻഡിനെ കുറിച്ചാണ്, കോഴിക്കോട്ടെ ട്രെൻഡിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ മുസ്ലിം ലീഗും മുസ്ലിം കമ്മ്യൂണിറ്റിയും കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് അവിടെ വിജയം കിട്ടും എന്ന് പറയുന്നത്. എല്ലാവരും പരക്കെ അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്രാവശ്യത്തെ ഇലക്ഷന് ന്യൂനപക്ഷ വിഭാഗങ്ങൾ, മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ അടങ്ങുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ നിവർന്നു നിന്ന് വോട്ട് ചെയ്തു UDFന് വേണ്ടി എന്നാണ് പറയുന്നത്. എണ്ണുമ്പോഴേ അറിയാനൊക്കൂ. പക്ഷേ ആ ആത്മവിശ്വാസത്തിലാണ് മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ അധികം പേരും. അപ്പോൾ അത്തരമൊരു രാഷ്ട്രീയം രൂപപ്പെടുത്തുന്നതിൽ വളരെ അതുല്യമായ പങ്ക് ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും അതോടൊപ്പം പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന മനുഷ്യനും വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ശ്രീ CR നീലകണ്ഠൻ്റെ ഒരു വീഡിയോ കണ്ടു. നമ്മളൊക്കെ ചോദിക്കുമ്പോൾ അത് വർഗീയതയായിപ്പോവും. അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഒരു വീഡിയോയിൽ, 10ഓളം പേർ കേരളത്തിൽ മന്ത്രിമാർ നായർ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. 10ഓളം പേർ, ഏതാണ്ട് 50% അധികം. എന്നിട്ടതിൽ വർഗീയതയൊന്നും പ്രശ്നമല്ല. ഇവിടെ എല്ലാവരും പറയുന്നത് 5ാം മന്ത്രി കാണുമോ 6ാം മന്ത്രി കാണുമോ കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയാവുമോ എന്നുള്ള ചർച്ചകളാണ് നടക്കുന്നത് മുഴുവൻ. മറ്റേതിന് ആർക്കും ഒരു ചോദ്യവുമില്ല. അതാണ് വാസ്തവം. ഇനി ഇതിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ, ഞാൻ ചുമ്മാ എന്നൊരു കണക്കെടുത്ത് നോക്കിയാൽ ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ, അരുണാചൽ പ്രദേശ് ചൗന മെയിൻ, ബീഹാർ സമ്രാട് ചൗധരി വിജയകുമാർ സിൻഹ, ഛത്തീസ്ഗഡ് അരുൺ സാവു വിജയ് ശർമ്മ, ഗുജറാത്ത് ഹർഷ് സംഘ്വി, ഹിമാചൽ മുകേഷ് അഗ്നിഹോത്രി, ജമ്മു ആൻഡ് കാശ്മീർ സുരേന്ദർ കുമാർ ചൗധരി, കർണാടക DK ശിവകുമാർ, മധ്യപ്രദേശ് രാജേന്ദ്ര ശുക്ല ജഗദീഷ് ദേവ, മഹാരാഷ്ട്ര ഏകനാഥ് ഷിൻഡെ സുനേത്ര പവർ, മണിപ്പൂർ നേംച കിപ്പൺ ലോസിൽ ദിക്കോ, മേഘാലയ പ്രസ്റ്റോൺ ടൈസോങ് സിൻവാല ദാർ, നാഗാലാൻഡ് എംദോഗ പാറ്റേൺ TR സില്ലിയാങ്, ഒഡീഷ കനക് വർദ്ധൻ സിംഗ് ദിയോ പ്രവാദി പരീത, ഉത്തർപ്രദേശ് കേശവ് പ്രസാദ് മൗര്യ ബ്രിജേഷ് പഥക്. മൾട്ടിപ്പിൾ ഡെപ്യൂട്ടി CM ഉണ്ട്. ബീഹാർ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, നാഗാലാൻഡ്, ഒഡീഷ, UP എന്നിവിടങ്ങളിൽ 2 പേരാണ്. വിമൻ ഡെപ്യൂട്ടി CM ഉണ്ട് ചില സ്റ്റേറ്റുകളിൽ. ആകപ്പാട് ഡെപ്യൂട്ടി CM ഇല്ലാത്ത 2 സ്ഥലങ്ങൾ ഇപ്പോൾ ഉള്ളത് ഉത്തരാഖണ്ഡിലും പുതുച്ചേരിയിലും മാത്രമാണ്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഡെപ്യൂട്ടി CM ഉണ്ട്. പിന്നെന്താ കേരളത്തിൽ ഡെപ്യൂട്ടി CM വരുന്നത്?
ഒരു പ്രശ്നമില്ല. അതിനെ ആവശ്യമില്ലാതെ പ്രശ്നമാക്കി. ഒന്നെങ്കിൽ അങ്ങനെ വരാത്ത കീഴ്വഴക്കം ഉണ്ടാവണം. അതിനാണ് ഈ പറഞ്ഞത്. ഇത്രയും പേര് വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇനി വരാൻ ചോദിക്കാൻ ആ പാർട്ടിക്ക് അർഹതയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ ഒരാളും പറയില്ല അർഹതയില്ലെന്ന്. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് CPM ഇടതുമുന്നണിയിലേക്ക് മാറിയിരുന്നെങ്കിൽ അവരവിടെ ഒരു കാരണവശാലും കോൺഗ്രസിന് അധികാരത്തിൽ വരുന്നത് ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല. പിന്നെ മൂന്നാമത്തെ പോയിൻ്റ്, കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരാളിനാണ് ചോദിക്കുന്നത്. അതിന് എല്ലാ അർത്ഥത്തിലും അർഹതയുണ്ട്. അതുകൊണ്ട് അതിൽ വെറുതെ തുരന്ന് വഷളാക്കി മോശമാക്കാൻ ശ്രമിക്കുന്നത് ഒരു മോശമായ കാര്യമാണ്. മുസ്ലിം ആയതുകൊണ്ടും കുഞ്ഞാലിക്കുട്ടി എന്ന് പേരായതുകൊണ്ടും അതിന് പ്രത്യേകിച്ച് അയിത്തമൊന്നും വരേണ്ട കാര്യമില്ല.